ഒരിക്കൽ കൂടെ നാം വായിച്ചു കൊണ്ടിരിക്കുന്ന വചനം വായിക്കാം. യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ അനുഗ്രഹിക്കപ്പെട്ടു. എനിക്ക് 20 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ സ്വതന്ത്രനായി. എന്നെ ആരും നിയന്ത്രിക്കാൻ ഇല്ല എന്ന് ഒരു ലെവലിലോട്ട് എത്തി. പക്ഷെ എനിക്ക് ജ്യേഷ്ഠന്മാരുണ്ട്. ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ അവർ കാണും. എനിക്ക് കസിൻസ് ഉണ്ട്. ഞങ്ങളുടെ വീട്ടുകാർ തന്നെ ഒത്തിരി അംഗങ്ങളുണ്ട്. അതുകൊണ്ട് എങ്ങോട്ട് മാറിയാലും ആരുടെയും കണ്ണിൽ പെടും. എന്നാലും ഒരു 20 വയസ്സ് കഴിയുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ, ഒരു ചെറുപ്പക്കാരി സ്വതന്ത്രനാകുക. അതുവരെ അവൻ്റെ ലൈഫിനെ നിയന്ത്രിക്കുന്നത് അവൻ്റെ വീട്ടുകാരും മറ്റുമാണ്. എന്നാൽ മരണം വരെയും മരണാനന്തരവും മനുഷ്യന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന പ്രമാണമാണ് ഇത്. ഇതിനെ നീ ഭയപ്പെട്ടാൽ പിന്നെ ഒന്നിനെയും നീ ഭയപ്പെടേണ്ട. ഇതിനെ നീ അനുസരിച്ചാൽ നിന്റെ ജീവിതം വിജയിക്കും. ഇതിൻ്റെ പ്രമാണങ്ങളെ ധ്യാനിച്ചാൽ നമ്മുടെ സ്വഭാവത്തെ അത് സ്വാധീനിക്കും. നമുക്ക് ചില ദുസ്വഭാവങ്ങൾ ഉണ്ട്. ആ സ്വഭാവത്തെ കേറി വെട്ടി ഷേപ്പ് ചെയ്യാൻ വചനത്തെ അനുവദിച്ചാൽ മതി. ഞാനങ്ങനെയാ. എനിക്ക് ഇഷ്ടമില്ലാത്ത സ്വഭാവങ്ങൾ എനിക്ക് തന്നെ ഉണ്ട്. എനിക്ക് തന്നെ ഇഷ്ടമല്ലാത്ത സ്വഭാവം എനിക്കുണ്ട്. അപ്പൊ പിന്നെ ദൈവത്തിന്റെ കാര്യം പറയണം. ഞങ്ങളുടെ സഭയിലൊരു പ്രായമുള്ള അച്ഛൻ ഇപ്പോൾ മരിച്ചുപോയി. പുള്ളിയോട് എന്തെങ്കിലും കാര്യം ചെന്ന് പറഞ്ഞാൽ ഉടനെ പുള്ളി പറയുന്നതിനാണെന്ന് എനിക്ക് എന്നെ തന്നെ ഇഷ്ടമില്ലാതിരിക്കുക, പിന്നെയാണോ അതും ഇതും പറഞ്ഞുകൊണ്ട് വരുന്നത്. മനുഷ്യനങ്ങ് സെൽഫ് കൺട്രോൾ ഇല്ലാതെ വരുന്നതിൻ്റെ ഒരു വിഷമമാണ്. അതെ, എനിക്ക് ക്രമപ്പെടുത്താൻ പറ്റുന്നില്ല. അതിന് ഞാൻ ദൈവത്തിൻ്റെ വചനം വായിച്ചിട്ട് അനുസരിക്കുകയല്ല, മാത്തമാറ്റിക്സ് ചെയ്യുന്ന പോലെയല്ല, വചനം തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അത് ഈ കീർത്തനത്തിൽ അടുത്ത 2-3 വാക്യം കഴിയുമ്പം കാണാം. ഞാൻ അങ്ങയോട് പാപം ചെയ്യാതിരിപ്പാൻ അവിടുത്തെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ സംഗ്രഹിക്കും. മറ്റൊരിടത്ത് പറയുന്നത് നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. അപ്പോ ഇരുട്ടത്തൊരാൾ പോകുകയാണെങ്കിൽ മൊബൈലിൻ്റെ ടോർച്ചും കൊണ്ട് ഒരാൾ മുമ്പേ പോയാൽ നമ്മളറിയാതെ ആ ടോർച്ചിൻ്റെ പുറകെ പോകും. അവിടെ നമുക്ക് റിസ്ക് കുറവാണ്. ലൈറ്റ് പോണ വഴിക്ക് നമ്മുടെ കാലങ്ങ് പോകും. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും. അപ്പം വചനധ്യാനം വളരെ 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 ഗൗരവത്തോടു കൂടെ നാം ചെയ്താൽ അതൊരു ടോർച്ച് പോലെ മുമ്പേ പോകും. ആ ടോർച്ചിൻ്റെ പുറകെ നമ്മൾ അറിയാതെ നമ്മൾ നടക്കും.
നമ്മെ നിയന്ത്രിക്കാൻ നമുക്കൊരു ഗൈഡ് ലൈൻ തരാൻ ദൈവത്തിൻ്റെ വചനം മാർഗദീപം. ഗോഡ് ബ്ലെസ് യു. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.